ഹലോ നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, ഇന്ന് ഞാൻ രാവിലെ തന്നെ ഒരുങ്ങി പിടിച്ച് നിൽക്കുന്നത് എ ഡേ ഓഫ് മൈ ലൈഫ് വീഡിയോ എടുക്കാനാണ്. വേറൊന്നുമല്ല, എനിക്കൊരു ഹോസ്റ്റൽ കണ്ടുപിടിക്കണമായിരുന്നു. സോ ഇന്നത്തെ നമ്മുടെ മിഷൻ ഒരു ഹോസ്റ്റൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നല്ല മഴയുള്ള ദിവസമാണ്, നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്, ചെറിയ ചെറിയ പൊടിമഴയൊക്കെ ഉണ്ട്. എൻ്റെ ഉമ്മച്ചി തന്നെ മഴയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വാണിജ്യാണ്. പക്ഷെ ഞാൻ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിൽ, കുറച്ച് കഴിയുമ്പോൾ മഴ, പിന്നെയും വെയിൽ, പിന്നെയും മഴ, പിന്നെ മഴ എന്ന് പറയുമ്പോൾ ഇറങ്ങാതിരിക്കണം എന്തിനാ? എനിക്കാണ് ആകെ വീക്കെൻഡാണ് ഫ്രീ ഉള്ളൂ. സോ ഹോസ്റ്റലിൽ നിന്നുള്ള ഒരു മിഷൻ ഇന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാട്ടോ. ഇറങ്ങിയിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി ഹോസ്റ്റലൊന്നുമല്ല, ഫുഡ് അടിക്കുക എന്നുള്ളതാണ്. സോ നേരെ ബേക്താഷ് എന്ന് പറഞ്ഞൊരു കടയിൽ കയറി അവിടുത്തെ മന്തിയൊക്കെ കഴിച്ച് വേറെ നിറച്ചപ്പോൾ എനിക്ക് ഹാപ്പി ആയിട്ട് ഹോസ്റ്റൽ നോക്കാൻ ഇറങ്ങാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ഹോസ്റ്റൽ തപ്പി കാക്കനാട് എത്തിയിരിക്കുകയാണ്. എനിക്ക് പരിചയമില്ലാത്ത വഴിയൊക്കെ ആട്ടോ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ക്ലൈമറ്റും ഒക്കെ ആയതുകൊണ്ട് ഒക്കെ സെറ്റാണ്. എനിക്ക് വെയിലുള്ള സമയത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഐ കാൻ ഇമാജിൻ മീ വാക്കിംഗ് ഇൻ ഹോട്ട് ക്ലൈമറ്റ്സ്. ഓക്കെ, ഇവിടെ നല്ല രസമുള്ള സ്ഥലമാട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ, ഫുള്ളി റെസിഡൻഷ്യൽ ഏരിയ ആണ്. സോ ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ പോവാത്ത വഴികളിലൂടെയാണ്. സോ അനദർ ചാപ്റ്റർ ഓഫ് മൈ ഹോസ്റ്റൽ ലൈഫ് സ്റ്റാർട്ട്സ് ഹിയർ ബേസിക്കലി. സോ ആദ്യം പോയി നോക്കിയിട്ട് ഹോസ്റ്റലൊക്കെ ഓക്കെ ആണെങ്കിൽ ഞാൻ ആ ഹോസ്റ്റൽ സെറ്റാക്കും. പോണ വഴിയൊക്കെ കൊള്ളാം. അപ്പം ഇതാണ് ഞാൻ ആദ്യം പോയി കണ്ട ഹോസ്റ്റൽ. കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്, ഭയങ്കര ഇരുട്ടുള്ള മുറിക്ക്. എനിക്കത് തീരെ പറ്റില്ല. എനിക്ക് ലൈറ്റിംഗ് ആയിട്ടും ഒക്കെ കുറേ അങ്ങനത്തെ കുറേ ഡിമാൻഡ്സ് ഉണ്ട്. സോ അത് ഞാൻ നൈസായിട്ട് വേണ്ട എന്ന് വെച്ചു. കുഴപ്പമില്ല, റോഡ് ഇറങ്ങാൻ തന്നെ പേടിയാവുന്നു ഗൈസ്. എങ്ങനെ ഇതുവഴി ഇറങ്ങും എന്നാണ് എനിക്ക് ആക്ച്വലി വെറീഡ്. അങ്ങനെ ഇരിക്കാൻ ഞാനൊരു വളവ് തിരിഞ്ഞതും കുത്തനെ ഒരു ഇറക്കം കണ്ടു. പക്ഷെ അങ്ങോട്ടാണെങ്കിൽ കുറേ ഹോസ്റ്റൽ പോലത്തെ ബിൽഡിങ്സും കണ്ട് ഞാൻ ഇറങ്ങാൻ നോക്കി. പക്ഷെ എനിക്ക് നല്ല പേടിയായി, കാരണം ഇത്ര ഇറക്കമൊക്കെ എല്ലാ ദിവസവും ഇറങ്ങാം, എസ്പെഷ്യലി മഴക്കാലത്തൊക്കെ എനിക്കറിയില്ല, പെട്ടെന്ന് ഒരു ആൻസൈറ്റി എനിക്ക് കയറി. അങ്ങനെ ഞാൻ പകുതിക്ക് വെച്ച് തന്നെ തിരിച്ച് റിവേഴ്സ് കയറിയിട്ട് ഞാൻ തിരിച്ച് കയറിപ്പോകും ഗൈസ്. അത്ര ഉള്ളൂ എൻ്റെ കാര്യമൊക്കെ. ആ റോഡ് ഇറങ്ങാനുള്ള പേടി കൊണ്ട് മാത്രം ആ ഭാഗത്തെ എല്ലാ ഹോസ്റ്റലും ഞാൻ ഒറ്റയടിക്ക് ബഹിഷ്കരിച്ചു ഗൈസ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി, വേറെയും ഹോസ്റ്റൽസ് നമുക്ക് നോക്കിയാലോ. അങ്ങനെ ഞാൻ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കിടന്ന് വന്നപ്പോഴാണ് ഈ കാണുന്ന ഷാക്ക് ഇത് ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് വന്നതിനാണ് ഈ കഫേയിലെ. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചില്ല പിൽക്കാലത്ത് ഞാൻ ഇവിടെ ഹോസ്റ്റൽ തപ്പി വരുന്നൊക്കെ. സോ ഷാക്ക് ഉണ്ടെങ്കിൽ നല്ല ഫെമിലിയർ ആയിട്ട് തോന്നിയ സ്ഥലം. സോ ഇവിടെ 2-3 ഹോസ്റ്റലുണ്ടെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഫൈനലൈസ് ആക്കുന്നതിന് മുന്നേ, ആദ്യം കണ്ടത് ഫൈനലൈസ് ആക്കുന്നതിന് മുന്നേ ഇതൊന്ന് പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഗൈസ്, ഐ എം ഡിസപ്പോയിൻറ്റഡ്. ഞാൻ രണ്ടാമത് പോയി നോക്കിയ സ്ഥലത്തേക്ക് അടിപൊളി റൂമൊക്കെ ആയിരുന്നു, പക്ഷെ ഭയങ്കര ഫീസ്. അൺഎക്സ്പെക്റ്റഡ് ആണ് ഈ ഒരു ഭാഗമല്ലേ. സോ ഞാൻ വീണ്ടും അടുത്ത സ്ഥലം നോക്കി പോവുകയാണ്. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഞാൻ ആ ബസ് സ്റ്റോപ്പിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നിയത്, നമുക്ക് ഇടച്ചിറ ഭാഗത്തേക്ക് ട്രൈ ചെയ്താലോ എന്ന്. അങ്ങനെ ഞാൻ കുറേ തപ്പിപ്പിടിച്ച് അവിടെ ഒരു ഹോസ്റ്റൽ കണ്ടെത്തി. നിങ്ങൾ എൻ്റെ കയ്യിലുള്ള ലഞ്ച് ബോക്സിൻ്റെ വാട്ടർ ബോട്ടിലിൻ്റെ അതൊരു സേവിങ്സ് പാക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ മേടിച്ച് പോകണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ അത്രയും ഷുവർ ആയതുകൊണ്ടാണ് ആ സാധനങ്ങളൊക്കെ മേടിച്ച് ആ ഹോസ്റ്റലിലേക്ക് പോയത്. മുന്നേ കണ്ട ഹോസ്റ്റലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നടക്കാനൊക്കെ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഈ ഹോസ്റ്റൽ മേ ബി നമുക്ക് ആ ഹോസ്റ്റലൊന്നും സെറ്റ് ആവാതിരുന്ന് ഇപ്പം തോന്നുക ഈ നല്ല ഹോസ്റ്റൽ കിട്ടാനായിരുന്നു എന്ന്. ദാ കാണാട്ടോ എൻ്റെ എൻ്റെ ഓഫീസിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിൽ ഈ ഒരു ഹോസ്റ്റൽ കിട്ടാന്ന് പറഞ്ഞാൽ അത് എളുപ്പമൊന്നുമില്ല. ഞാൻ ആയതുകൊണ്ടാണ് സെറ്റാക്കിയത്. നമ്മൾ സെറ്റാക്കും. അങ്ങനെ കുഴപ്പമില്ലാത്ത ഫീസിൽ കുഴപ്പമില്ലാത്തൊരു ഹോസ്റ്റലിൽ ഇത്രയും തൊട്ടടുത്ത് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ തന്നെ വിചാരിച്ചു. പിസ്സ ഹട്ടിൽ കയറി ഒരു പിസ്സ ഓർഡർ ആക്കി. എന്ത് പിസ്സ ഓർഡർ ആക്കിയെന്ന് ചോദിച്ചാൽ മറന്നു, ഇറ്റാലിയനോ അങ്ങനെ എന്തോ സംതിങ് ആണ്. പക്ഷേ നല്ല പിസ്സ ആയിരുന്നു. ഇത് കണ്ടാൽ നിങ്ങളൊന്നും ഞാൻ ഹോസ്റ്റൽ തപ്പാൻ തന്നെയാണോ പോയത്, തിന്നാനാണോ പോയത് എന്ന് ചോദിക്കുന്നവർ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ തിന്നാൻ തന്നെയാണ് പോയത് ഗൈസ്. ഇൻഫോ പാർക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്റ്റൽ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് 5500 സംതിങ്ങിനാണ് നമുക്ക് തുടങ്ങുക, ഇൻക്ലൂഡിങ് മെസ്. ഞാൻ നോക്കിയോടത്തൊക്കെ തന്നെ മെസ്സിൻ്റെ സ്റ്റാർട്ടിങ് 5500 ആണ്. പിന്നെ 5000 ഉണ്ട്, പക്ഷെ കുറേ പേര് ഷെയറിങ് ഉണ്ടാവും, ഒരു 8 people 10 people ഒക്കെ. പിന്നെ 6000 ഉണ്ട്, 6500 ഉണ്ട്, അങ്ങനെ പോകും. അതനുസരിച്ച് ഷെയറിങ് കുറയും, സൗകര്യങ്ങൾ കൂടും. പിന്നെ ഇൻഫോ പാർക്കിനോട് അടുക്കുന്തോറും ഡിസ്റ്റൻസ് ഇല്ലയെന്നാണെങ്കിൽ ഫീസ് കൂടാനാണ് ചാൻസ്. പിന്നെ എന്താ സീനെന്ന് വെച്ചാൽ ചില സ്ഥലത്ത് ഫീസ് കുറവായിരിക്കും, നമ്മൾ ചാടിക്കയറി ഓക്കെ ആക്കും. പക്ഷേ കോഷൻ ഡെപ്പോസിറ്റ് 2000 ഒന്നും അല്ല, 10,000 ഒക്കെ ചോദിക്കുമായിരുന്നു. സോ അതാണ് എനിക്ക് രണ്ടാമത് ഞാൻ പോയ സ്ഥലത്ത് പെട്ടത്, ഞാൻ വേണ്ടാന്ന് വയ്ക്കാനുള്ള കാരണം. സോ ഇതൊക്കെ നമ്മൾ മനസ്സിൽ വയ്ക്കുക. കാരണം ഞാൻ എറണാകുളത്ത് വേറെ ഹോസ്റ്റലിലൊക്കെ MG റോഡിലൊക്കെ നിന്നപ്പോൾ
എന്താണ് 4000 5000 എനിക്ക് എളുപ്പം കിട്ടുമായിരുന്നു. പക്ഷേ കാക്കനാട് വരുമ്പോൾ ഇറ്റ്സ് ഹാർഡ്. പിന്നെ ഇൻഫോ പാർക്കല്ലേ, ഇതൊക്കെയാണ്. പിന്നെ ഈ വ്ലോഗ് എടുത്തപ്പോൾ എനിക്ക് മെയിനായിട്ട് തോന്നിയ കാര്യം എന്താണെന്നറിയോ, നമുക്ക് നല്ല ഒരെണ്ണം ഡിസൈഡ് ചെയ്ത് വച്ചിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് നമുക്ക് ആദ്യം കാണുന്നതൊക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ആദ്യം കണ്ട ഹോസ്റ്റലൊക്കെ ഞാൻ ഇത് മതി, ഇതാണ് സെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുമെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു നന്നായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി. കാരണം ലാസ്റ്റ് കിട്ടിയത് ഏറ്റവും സ്യൂട്ടബിളായിട്ട് തോന്നി. സോ ലൈഫിൽ ഒരു മെസ്സേജും കൂടിയാണ് എനിക്ക് അപ്പോൾ തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളും അടിപൊളിയായിട്ട് തോന്നിയിട്ട് പിന്നെ അത് നഷ്ടപ്പെടും. നമുക്ക് അയ്യോ എന്തിനാണ് പിന്നെ അത് നമുക്ക് നമ്മുടെ മുമ്പിൽ വന്നതെന്നൊക്കെ തോന്നും. പക്ഷേ ബെറ്റർ തിങ്സ് ആർ മെന്റ് ടു ബി, എന്താ പറയുക, ബെറ്റർ തിങ്സ് ആർ വെയിറ്റിംഗ് ഫോർ അസ്. അതുകൊണ്ടാണ് നമുക്ക് ആദ്യം ഇൻട്രസ്റ്റിംഗ് തോന്നുന്ന കാര്യങ്ങളൊക്കെ പോകുന്നത്. സോ എനിക്ക് ഹോസ്റ്റലിൽ തപ്പിയപ്പോൾ കിട്ടിയ ഒരു എനിക്ക് തോന്നിയൊരു കാര്യം അതാണ് കേട്ടോ. സോ അതെനിക്ക് ഈ ഒരു വ്ളോഗിൻ്റെ ലാസ്റ്റ് എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടായി. സോ ദാറ്റ്സ് വാട്ട് ഐ വാസ് ഡൂയിങ്. അങ്ങനെ ഹോസ്റ്റലൊക്കെ കണ്ടതിന് ഏകദേശം കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് ഹോസ്റ്റൽ കാഴ്ചകൾ. ഇനി മുതൽ ഞാനിവിടെ ആയിരിക്കും. സ്റ്റാർട്ടിങ് എ ന്യൂ ചാപ്റ്റർ, എ ന്യൂ പ്ലേസ്, ന്യൂ ലൈഫ് സ്റ്റൈൽ, ന്യൂ മോഡ് ഓഫ് ലൈഫ്. ചുമ്മാ തള്ളാണ് കേട്ടോ. എനിക്ക് 2 ദിവസം ഉമ്മാനെ കണ്ടില്ല. എനിക്ക് വീട്ടിലെ ഫുഡ് കഴിച്ചിലേക്ക് ഉറക്കം വരില്ല. വീട്ടിലെ കട്ടിക്കിടന്ന് പറയാൻ എനിക്ക് മര്യാദക്കൊരു ഉറക്കം കിട്ടിയെന്ന് പറയാൻ പറ്റും. സോ വൈകിട്ട് ഞാൻ ഹോസ്റ്റലൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വ്ലോഗ് കാണണമെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ആക്കാം കേട്ടോ. ഓക്കെ ബൈ. എനിക്ക് പുതിയ കുരു വന്നു.